ആദ്യം ശ്രീ മോഹൻ വർഗീസ്, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ബംഗാളിലെ കലാപം എന്ന് തന്നെ പറയാം. മുർഷിദാബാദിൽ അങ്ങനെയാണല്ലോ, അതൊരു വർഗീയ കലാപത്തിന്റെ പാതയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സ്ഥിതിഗതികൾ അല്പം ശാന്തമാണെന്ന് പറയാം. പക്ഷേ അതൊരു വലിയ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടന്നതിന്റെ ബാക്കി പത്രമാണല്ലോ അവിടെ കാണാനായത്. പിന്നെ രണ്ടാമത്തെ കാര്യം മുനമ്പത്തെ വിഷയമാണ്. മുനമ്പത്ത് നിന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരിട്ട് എത്തുകയായിരുന്നു. അദ്ദേഹം മുനമ്പത്ത് സമരം ചെയ്യുന്ന ജനതയോട് സംസാരിക്കുകയും ചെയ്തു, ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ഈ വഖഫ് ഭേദഗതി കൊണ്ട് എന്തെങ്കിലും കാര്യം മുനമ്പത്ത് സംഭവിക്കുമോ ഇല്ലയോ എന്ന തർക്കമായിരുന്നുവല്ലോ. നിയമ ഭേദഗതി കൊണ്ട് നേരിട്ട് ഗുണം കിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. നിയമ പോരാട്ടം വേണ്ടിവരും എന്നാണ്. അത് ഇപ്പോഴും തുടരുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇതിൽ ഈ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം മറ്റു വഴികളിലേക്ക് തിരിഞ്ഞു പോവുകയാണല്ലോ. ഇവിടെ ശ്രീ മഞ്ജുഷ്, മുനമ്പത്തെ വിഷയവും ബംഗാളിലെ കലാപവും രണ്ടും ചേർത്ത് വായിക്കാനാവുമോ എന്നതാണ് വിഷയം. ഇവിടെ കിരൺ റിജിജുവിൻ്റെ സാന്നിധ്യം ഇന്ന് കേരളത്തിലുണ്ടായിരുന്നു, മുനമ്പത്തുണ്ടായിരുന്നു. താങ്ക് യു മിസ്റ്റർ മോഡി എന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള താങ്ക്സ് ഗിവിങ് അറേഞ്ച് ചെയ്തു. അതൊരു പൊളിറ്റിക്കൽ മോട്ടീവാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രയോജനം ഈ നിയമ ഭേദഗതി കൊണ്ട് ഉണ്ടായില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ മുനമ്പത്തെ ആളുകൾ പ്രത്യേകമായി നന്ദി പറയേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകാം. അതൊരു വശം, അത് പൊളിറ്റിക്കൽ സൈഡാണ്. രണ്ടാമത്തേത്, ബംഗാളിൽ ഇപ്പോൾ വൈകി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ കലാപത്തിന് പിന്നിൽ ബംഗ്ലാദേശിൽ നിന്നും തൽക്കാലത്തേക്ക് വളരെ പെട്ടെന്ന് കടന്നു വന്ന ഏതാനും പേരുടെ കരങ്ങൾ ആരോപിക്കപ്പെടുന്നു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ബംഗാളിൽ മുർഷിദാബാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ വിചാരണ സമയത്താണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ വേളയിൽ വെളിവാകേണ്ട കാര്യമാണ്. ഏർലി ISI ഇൻഡിക്കേഷനിലേക്കാണ് അവിടെ വിരൽ ചൂണ്ടുന്നത്. അത് മാത്രമല്ല, ബംഗ്ലാദേശിൽ ഇപ്പോൾ യൂനിസ് ഭരണകൂടം വളരെ സൗഹാർദ്ദപരമായ നിലപാടാണ് റാഡിക്കൽ ഇസ്ലാം വിഭാഗങ്ങളുമായിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യമാണ് അൻസറുള്ള ബംഗാൾ ഘടകം, അൻസറുള്ള ബംഗ്ലാദേശി ഘടകത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സാന്നിധ്യം അവിടെ ഉള്ളതായി പറയപ്പെടുന്നു. അതിർത്തി ജില്ലകൾ പോറസ് ബോർഡേഴ്സാണ്. മുർഷിദാബാദ്, മാൽഡ, അതുപോലെയുള്ള മറ്റ് ജില്ലകൾ 24 പർഗാനാസ്, നോർത്ത് ആൻഡ് സൗത്ത് 24 പർഗാനാസ് ജില്ലകളൊക്കെ അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ബംഗ്ലാദേശുമായി. അവിടെ നിന്നും യഥേഷ്ടം ആളുകൾക്ക് കടന്നു വരാനും ഇന്ത്യൻ പ്രദേശമായ ബംഗാളിലേക്ക് കടന്നു വരാനും തിരിച്ചു പോകാനും കഴിയും. അങ്ങനെയെങ്കിൽ മുർഷിദാബാദിൽ നടന്ന 66% മുസ്ലിം പോപ്പുലേഷനുള്ള മുർഷിദാബാദ്, അവിടെ യഥേഷ്ടം അതിർത്തി കടന്ന് ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് എങ്കിൽ അവർ ഈ കലാപത്തിൽ അവർ വഹിച്ച പങ്ക് എന്ത്? ഇത് അന്വേഷണം, കൂടുതൽ ആഴത്തിൽ അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, മമതാ ബാനർജിയുടെ നിലപാടുകൾ, ബംഗാളിൽ മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ, വഖഫ് നിയമം അവിടെ യാതൊരു രീതിയിലും അവിടെ അനുവദിക്കില്ല, അവിടെ നടപ്പാക്കില്ല എന്ന ഉറപ്പ് ബംഗാളി മുസ്ലിംസിന് കൊടുത്തിരിക്കുകയാണ് മമതാ ബാനർജി. പക്ഷേ അതൊരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത കാര്യമാണല്ലോ. അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയും അത് രാഷ്ട്രീയമായിട്ടും കാര്യങ്ങൾ പറയാം. പക്ഷേ കേന്ദ്രം നടപ്പാക്കിയ ഒരു നിയമം അത് ബംഗാളിൽ നടപ്പാക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ CAA കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് അല്ലെ. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ്. CAA കാര്യം പറഞ്ഞതുകൊണ്ട് ഈ CAA സമരത്തിന്റെ അതേ പാതയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നൊരു സംശയം. ഇപ്പോൾ ബംഗാളിലാണ് പ്രധാനമായിട്ടും ഈ പ്രക്ഷോഭം നടക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലും അങ്ങനെയുണ്ട് അല്ലേ. ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവർ തന്നെ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെയും അതുപോലെ ഹമാസിൻ്റെയും ഒക്കെ നേതാക്കളുടെ ചിത്രങ്ങളുമായിട്ട് വലിയൊരു സമരം നടത്തിയിരുന്നു. ഇത് കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകും, വർഗീയമാക്കും എന്ന് കണ്ടറിഞ്ഞാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്താവനയുമായിട്ട് വന്നിട്ടുണ്ട്. PMS സലാം പറഞ്ഞതാണ്, ഞങ്ങൾ ഈ വഖഫ് ഭേദഗതിക്കെതിരായുള്ള സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാമെന്ന് മുസ്ലിം ലീഗിന്റെ ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അവിടെ നിന്ന് ഒഴിച്ചു നിർത്തണം, അല്ലെങ്കിൽ സമരം കൈവിട്ട് പോകുമെന്നുള്ളത്. പക്ഷെ ബംഗാളിൽ അങ്ങനെയായിരുന്നില്ല. ബംഗാളിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഈ രീതിയിൽ നടക്കുന്നത്, ഒരു വർഗീയ കലാപത്തിന്റെ രീതിയിലേക്ക്. ത്രിപുരയിലും ആസാമിലും ഉണ്ടായിരുന്നു, പക്ഷെ അത് ആ രീതിയിലേക്ക് പോയില്ല. അല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളാണെന്ന് ഓർക്കണം. 2026 തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളാണ് ഈ ആസാം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളെല്ലാം. അവിടെ എല്ലാം തന്നെ അവിടുത്തെ കേന്ദ്രത്തിൻ്റെ ഭരണകക്ഷിക്കെതിരെ നിൽക്കുന്ന കക്ഷികൾ, ചിലപ്പോൾ സംസ്ഥാന ഭരണത്തിലുള്ള കക്ഷികളാണ്. ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലും പ്രത്യേകിച്ച് അവിടെ എല്ലാം തന്നെ
ഈ വഖഫ് ഭേദഗതിയെ ഒരു വൈകാരിക വിഷയമായി എടുത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ഇസ്ലാമിക ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് പോളിറ്റിക്സിനെ കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയമായി അതിൽ സാങ്കത്യമുണ്ട് താനും. മറുപക്ഷത്തെ ഒരു ഹിന്ദു കൺസോളിഡേഷനുള്ള അവസരം ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കുന്നു. അതും തികച്ചും സ്വാഭാവികമാണ്. ഇനി ബംഗാളിലേക്ക് തന്നെ വരൂ. ബംഗാളിൻ്റെ ജനസംഖ്യയുടെ ഒരു 20% മാത്രമായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ 1951 ഒന്നാമത്തെ സെൻസസ് നടക്കുമ്പോൾ. 2011 നടന്ന സെൻസസ് അനുസരിച്ച് മുസ്ലിം ജനസംഖ്യ 27.2% മാറുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്ക് ഇപ്പോൾ നിലവിലില്ല എങ്കിലും പ്രൊജക്റ്റഡ് കണക്കനുസരിച്ച് ഏതാണ്ട് 30% ബംഗാൾ ജനസംഖ്യ, പശ്ചിമ ബംഗാൾ ജനസംഖ്യ ഇസ്ലാമിക മൈനോറിറ്റിയാണ്. അതിൽ മൂർഷിദാബാദ് ജില്ലയുടെ 66%, ഇപ്പോൾ ഒരുപക്ഷെ 68-69% കാണും മുസ്ലിം ജനസംഖ്യയാണ്. അത് ബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. അതുപോലെ അടുത്തുള്ള മാൽഡ ജില്ല, അവിടെ മൂർഷിദാബാദ് ജില്ലയെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ നടന്നിട്ടുള്ളതും. ഏതാണ്ട് 150 പേർക്ക് പരിക്ക് പറ്റി, 3 ജീവനുകളാണ് പൊലിഞ്ഞത്. ഒരു പിതാവ്, 72 വയസ്സുള്ള ഒരു പിതാവും 40 വയസ്സുള്ളൊരു പുത്രനും മറ്റൊരു ആളും, 3 പേര് മരിക്കുകയാണ്. ഒരാൾ വെടിയേറ്റും, മറ്റേയാൾ സംഘം മോബ് അറ്റാക്കിൽ മരിക്കുകയാണ്. 2 പേര് CPM-ന്റെ പ്രവർത്തകരാണ് അല്ലേ? 2 പേര് CPM-ന്റെ പ്രവർത്തകരാണ്. മാത്രമല്ല CPM അവിടെ വഖഫ് ഭേദഗതിക്കെതിരെ സമരം ചെയ്യുന്ന ആളുകളാണ്. അതായത് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ സമരം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ കോൺഗ്രസും CPM-ഉം തൃണമൂലും എല്ലാവരും സമരം ചെയ്യുകയാണ് അവിടെ. തൃണമൂൽ പിന്നെ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ഇവരോടൊപ്പം സമരരംഗത്തില്ല അല്ലെ? അങ്ങനെ ബംഗാളിലെ ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷികൾ വിഘടിച്ചു നിൽക്കുകയാണെങ്കിൽ പോലും വഖഫ് വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസും CPM-ഉം ഓൺ ദ സെയിം പേജാണ്, ഒരേ നിലപാടാണെങ്കിലും അവിടെ പക്ഷേ CPM എടുത്ത ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, CPM-ന്റെ 2 പ്രവർത്തകർ അവിടെ കൊല്ലപ്പെട്ടല്ലോ. അപ്പോൾ CPM അവിടെ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇത് BJP തൃണമൂൽ ആക്രമണത്തിലാണ് ഇങ്ങനെയുള്ള അക്രമങ്ങൾ സംഭവിക്കുന്നത് എന്നാണ്. അതൊരു വിചിത്രമായ ഒരു വാദമാണ് അവിടെ ഉന്നയിക്കുന്നത്. കോൺട്രഡിക്ടറി പ്രഷേഴ്സ് ആണ്. BJP-യുടെ ഭാഗത്തുനിന്ന് വരുന്ന മിക്ക സജഷൻസും ഇതിനകത്തൊരു ബംഗ്ലാദേശി ബന്ധമുണ്ട് എന്ന രീതിയിലാണ്. അത് മാത്രമല്ല ISIയുടെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ബംഗാൾ ഗവൺമെന്റിന്റെ പരാജയമാണ്. മമതാ ബാനർജിയുടെ അപ്പീസ്മെന്റ് പോളിറ്റിക്സിന്റെ പ്രകടമായ ഉദാഹരണവും, മമതാ ബാനർജി വേണ്ട സമയത്ത് ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ല എന്ന ആരോപണം. മറുവശത്ത് ഇങ്ങനെ ഒരു മഞ്ജുഷ് പറഞ്ഞ ഒരു നറേറ്റീവ് വരികയാണ്. ഇവിടെ യഥാർത്ഥ വിഷയം ദിസ് ഇസ് പോളിറ്റിക്സ്. ഇത് വർഗീയത എന്നതിനേക്കാൾ, വംശകലാപം എന്നതിനേക്കാൾ എപ്പോഴും പോളറൈസേഷൻ സാധ്യത. ഉത്തർപ്രദേശിൽ നോക്കൂ, മുസഫർ നഗർ കലാപത്തിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പ്. ഈ ഗുജറാത്തിൽ നോക്കൂ, ഗുജറാത്തിലെ വലിയ തോതിലുള്ള കലാപത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്. ഇവിടെ എല്ലാം തന്നെ ഭൂരിപക്ഷ സമുദായങ്ങൾ നേട്ടമുണ്ടാക്കി. അതതിൻ്റെ പൊളിറ്റിക്കൽ സൈഡാണ്. പക്ഷേ ഇതിനെ വഖഫ് എന്ന വിഷയം ഇന്ത്യ ഒട്ടാകെ ചിതറി നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഒരുമിപ്പിക്കാനും രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുമാണ് എങ്കിൽ there is a possibility of a majority consolidation on the other side. അത് ആർക്കാണ് ബെനിഫിറ്റ് നൽകുക എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ശരി, അത് കേരളത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ മുനമ്പത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ കൂടി ഉറപ്പിക്കുവാനായിട്ട് അവിടെ ഒരു സംശയം BJP കഴിയുമെന്നാണ്. പക്ഷേ അവിടെയാണ് അതൊരു തർക്ക വിഷയമായിട്ട് ഇപ്പോൾ പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് അത് എനിക്ക് തോന്നുന്ന ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയാണ്. ഈ പാർലമെന്ററി കാര്യമന്ത്രി അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് ചുമതലയുള്ള കിരൺ റിജ്ജു എന്ന മന്ത്രി പറയുകയാണ്, കേരളത്തിൽ വന്ന് പറയുകയാണ്, ഒരുപക്ഷെ നിയമഭേദഗതി നടന്നിരിക്കാം, പക്ഷേ അതുകൊണ്ട് മുനമ്പത്തെ വിഷയത്തിന് ശാശ്വത പരിഹാരമായി എന്നർത്ഥമില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന രീതിയിലാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഓൾറെഡി നിയമ പോരാട്ടം നടക്കുന്നതാണല്ലോ, ഉടനടി പരിഹാരം വരുന്നില്ലല്ലോ എന്നുള്ള എതിർവാദം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ നിയമ ഭേദഗതിയിൽ നേരിട്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒന്നുമില്ലല്ലോ എന്ന ചോദ്യം ഉയരും. അതിനുള്ള മറുപടി വരും ദിവസങ്ങളിൽ കിട്ടേണ്ടിയിരിക്കുന്നു. ശ്രീ